ഞാൻ രണ്ടാഴ്ച ആശുപത്രി കൊണ്ടുപോയി 6 കുപ്പി വെള്ളം കുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച അവിടെ കിടന്നു. പിറ്റത്തെ ആഴ്ചയിൽ ഡോക്ടർ ഒരു കേടുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പേര് വെട്ടി അവളേര് ഇങ്ങോട്ട് കൊടുത്തയച്ചു. അവള് കൊടുന്നിട്ട് വീട്ടിൽ കൊടുന്നാക്കി. വീട്ടിൽ കൊടുന്നാക്കിയത് എന്താ കാരണം വെച്ചിങ്ങ അവള് പിന്നെ കുട്ടി എല്ലാവരും അവിടുന്ന് പോയി. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അങ്ങനെ പെട്ടെന്ന് എണീറ്റപ്പോൾ താഴ്ത്തു വീണിട്ട് നോക്കുമ്പോൾ അവള് വരണ നേരത്ത് ഞാൻ അകത്ത് ലേശം അപ്പിയിട്ടു. അതിന് വേണ്ടിയിട്ട് അവള് ദേഷ്യപ്പെട്ടു. ഒറ്റ 4 ചവിട്ട് ഒരു പെടേ വയ്യാത്ത കണ്ണുമ്പിൽ. 20 ദിവസമായി എന്നെ കുളിപ്പിച്ചിട്ട്. എന്നിട്ട് ഇന്നലെ കുളിപ്പിച്ചിട്ട് ഇന്നലെ ഇവിടെ കൊടുന്നാക്കിയിട്ട് പോയി. എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആരുമില്ലാണ്ടായില്ലോ. ഞാൻ എന്താ ചെയ്യുക? ഇന്നൊന്ന് ആശുപത്രിക്ക് എത്തിച്ച് എൻ്റെ തല ഒന്ന് പൊന്തി കിട്ടു. അത്രയ്ക്ക് വേണ്ട. കാഞ്ഞിരക്കോട് കൊടുമ്പിൽ 68 വയസ്സായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൊടുമ്പ് പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന കാളി എന്ന് വിളിക്കുന്ന തങ്കുവിനെയാണ് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നാള് അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രോഗം ഭേദമായതോടെ മകളുടെ വീട്ടിൽ കൊണ്ടുപോവുകയും വീട്ടിലിരിക്കെ കട്ടിലിൽ നിന്നും വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കിടപ്പിലായ വയോധിക കട്ടിലിൽ മലമൂത്ര വിസർജനം നടത്തുകയും ഇത് കണ്ട മകൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇവർ പറയുന്നു. തുടർന്ന് കൊടുമ്പിലുള്ള ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി മകൾ പോവുകയായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായ വയോധിക ഭക്ഷണം പോലുമില്ലാതെ വിശന്ന് വലഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് പറയുന്നത്. റോഡരികിൽ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് വാർഡ് മെമ്പർ KB ബബിതയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. അവര് ഉച്ച മുതലേ ഇവിടെ ഈ റോഡ് സൈഡിന് വീടിന്റെ മതിലുമ കിടക്കാണ്. അപ്പൊ അത് വൈകിട്ടും ഇതുവരെ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നാട്ടുകാർ കണ്ടിട്ട് നമ്മളെ 6 മണിയാകുമ്പോൾ വിവരം അറിയിച്ചത്. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അവർ അത്രയും ആവശ്യം നിലയായിട്ടാണ് കിടക്കണത്. അപ്പൊ ഞാൻ 2 മക്കളെയും വിളിച്ചു. ആദ്യം മോനെ വിളിച്ചത്. മോനെ വിളിച്ച് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ മരിയോളാണ് ഫോൺ എടുത്തത്. അപ്പൊ മരിയോളയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവര് പറയണത് അവർക്ക് വരാൻ പറ്റില്ല, മോളുടെ കല്യാണമാണ്, അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, മോളെ വിളിച്ചോ, ഞങ്ങൾ വരാൻ പറ്റില്ല, നിങ്ങൾ നിയമത്തിന്റെ വഴിക്ക് എന്താന്ന് വെച്ചാൽ പൊക്കോന്നാ പറഞ്ഞത്. മോളെ വിളിച്ചപ്പോൾ മോള് പറയണത് ഞാൻ 2 ആഴ്ചയായിട്ട് ഞാൻ എന്നെ നോക്കിയിരുന്നത്, അവരിവിടെ നോക്കും തോറും നമ്മളെ ഉപദ്രവിക്കുകയാണ്, അതുപോലെ തെറി പറയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ മോള് ഇന്നലെ ഇവിടെ വൈകിട്ട് വീട്ടിൽ കൊടുന്നിറക്കിയത്. അപ്പൊ നമ്മള് 2 പേര് നോക്കണില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് അറിയിച്ചു. സ്റ്റേഷനിലേക്ക് അറിയിച്ചപ്പോൾ 2 പേര് നമ്പറും കൊടുത്തു. ഇപ്പൊ അവര് വിളിച്ചപ്പോൾ പറയുന്നത് മോനും ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം. അത്രയും ആവശ്യം നിലയായിട്ട് കിടക്കണ അത്രയും വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ നാട്ടുകാരും നമ്മളും ഒപ്പം നിന്നിട്ടാണ് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനായിട്ട് അറിയിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. VCV ന്യൂസ് കാഞ്ഞിരക്കോട്. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry.